ഹലോ ഫ്രണ്ട്സ്, മെമ്മീസ് കേക്ക് വേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒറിഗാമി കേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ കേക്കിന് വലിയ കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ, പിന്നെന്താ തംബ്നെയിലിൽ 8ൻ്റെ പണി കിട്ടിയെന്നൊക്കെ കൊടുത്തതെന്നല്ലേ. എന്നാൽ ഈ കേക്ക് ഞാൻ സെക്കൻഡ് ടൈം ചെയ്തതാണ്. ഫസ്റ്റ് ടൈം ചെയ്ത കേക്കാണ് കുളമായിട്ട് 8ൻ്റെ പണി കിട്ടിയത്. അപ്പോൾ നമുക്ക് ഞാൻ ഫസ്റ്റ് ട്രൈ ചെയ്ത കേക്കിൻ്റെ വീഡിയോ കാണാമല്ലേ. ഈ ഒരു കേക്കാണ് ഞാൻ ഫസ്റ്റായിട്ട് ഒറിഗാമി ട്രൈ ചെയ്തത്. ഈ ഒരു കേക്ക് കുറേ നാളായി ചെയ്തിട്ട്. നമ്മുടെ നാട്ടിൽ ഈ ഒരു ഒറിഗാമി കേക്കിൻ്റെ മോൾഡ് ആ സമയത്ത് അവൈലബിൾ അല്ലായിരുന്നു. ആ ഒരു ടൈമാണ് ഞാൻ ഈ കേക്ക് ട്രൈ ചെയ്ത് നോക്കിയത്. ഒറിഗാമി കേക്കിൻ്റെ മോൾഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ OHP ഷീറ്റ് സിഗ്സാഗ് ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ടാണ് ഈ ഒരു കേക്ക് ചെയ്തിട്ടുണ്ടായത്. ഈ കേക്ക് എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായ കേക്കായിരുന്നു. അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് ഓർഡർ എന്ന് തന്നെ പറയാം. തലേന്ന് രാത്രി വിളിച്ചിട്ടാണ് നാളത്തേക്ക് ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടായത്. കസ്റ്റമർ ഒറിഗാമി കേക്ക് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, ട്രൈ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല, നാളെ ഈവനിങ് മതി, നിങ്ങൾ നോക്കി നോക്ക്, നിങ്ങളെ കൊണ്ട് പറ്റും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും വിചാരിച്ചു ഇതുവരെ അങ്ങനെ കേക്കൊന്നും കൊളായിട്ടുണ്ടായിട്ടില്ല, അപ്പോൾ ആവുമായിരിക്കും എന്നുള്ളതിൽ ഞാനും ഇറങ്ങി പുറപ്പെട്ടു. അപ്പോൾ കുറച്ച് ഇംഗ്ലീഷ് ചാനൽസിൻ്റെ വീഡിയോസ് കണ്ടിട്ടാണ് ഞാനൊരു കേക്ക് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് വലിയൊരു ഫോൾട്ട് പറ്റി. കുറച്ചൊന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഫോൾട്ട് പറ്റൂലായിരുന്നു, എന്നാലും പറ്റിപ്പോയി. ഞാൻ ചോക്ലേറ്റിലേക്ക് എക്വാ ബ്ലൂ കളറാണ് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതിന് മാച്ച് ചെയ്യുന്ന ഗനാഷ് പ്രിപ്പയർ ചെയ്തിട്ട് മേലെ ഒഴിച്ചു കൊടുക്കുകയും ചെയ്തു. ബാക്കിയുള്ള ഗനാഷ് മേലെ ഒഴിച്ചു കൊടുത്ത് ആ ഒഴിക്കുന്ന സമയത്ത് തന്നെ സൈഡിൽ നിന്നൊക്കെ ഒലിച്ചിറങ്ങി ഈ ഒറിഗാമി ഡിസൈനിൻ്റെ പുറത്തേക്ക് കൂടി വരാൻ തുടങ്ങി. അപ്പോഴേ ഇത് പണി കിട്ടുമെന്നുള്ളത് എനിക്ക് തോന്നി. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നുണ്ടാവുമായിരിക്കും, സൈഡിലേക്ക് കൂടിയൊക്കെ ഒലിച്ചിറങ്ങിയിട്ട് ഇങ്ങനെ പുറത്തോട്ടേക്കൊക്കെ വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ വിചാരിച്ചു ഫ്രിഡ്ജിൽ വെച്ച് സെറ്റായാൽ ഇത് റെഡി ആവുമായിരിക്കും, കുളമൊന്നും ആവില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിൽ മുന്നോട്ട് പോയി. ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പം തന്നെ ഉച്ചയായിട്ടുണ്ടായിന്, ഒരു 2 o'clock ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിന്. ഞാൻ ഈവനിങ് 5 o'clock ഡെലിവറി ടൈം പറഞ്ഞിട്ടുണ്ടായത്. അങ്ങനെ സൈഡിലുള്ള ഗനാഷൊക്കെ വൈപ്പ് ചെയ്തിട്ട് ഇത് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് സെറ്റായിട്ട് പുറത്തെടുത്തിട്ട് ഇത് ഡീമോൾഡ് ചെയ്യുന്ന സമയത്ത് ഇത് ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ കത്തിയൊക്കെ ഉപയോഗിച്ചിട്ട് സൈഡിൽ നിന്ന് പതുക്കെ ഇങ്ങനെ ഇളക്കി കൊടുക്കാൻ നോക്കുമ്പോൾ അത് കൂടെ തന്നെ വരുന്നത്, കേക്കിൽ സ്റ്റിക്കാവാതെ ഒരുമിച്ച് തന്നെ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിനെ. അപ്പോൾ എനിക്കും ടെൻഷനായി. അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു അടുത്ത്, മൂപ്പരും കുറേ ഹെൽപ്പ് ചെയ്തു ഇത് ഡീമോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഡീമോൾഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിട്ടില്ല. അവസാനം നിങ്ങളിപ്പോൾ കണ്ടോ, ഈ ഒരു രീതിയിലാണ് എനിക്ക് കേക്ക് ഡീമോൾഡ് ചെയ്യാൻ പറ്റിയത്. കേക്കിൻ്റെ അവസ്ഥ കണ്ടിട്ട് ഞാനാകെ ഷോക്കായിപ്പോയി. എന്താ ചെയ്യേണ്ടതെന്ന് പിന്നെ എത്തും പിടിയും കിട്ടുന്നില്ല. ഇതാണെങ്കിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി അത്രേ ടൈമേ ഉള്ളൂ. എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിച്ച് ലാസ്റ്റ് ഞാൻ കസ്റ്റമറെ വിളിച്ചു. അവരെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ഇങ്ങനെ കുളമായി, ഇനി അത്രേ ടൈമുള്ളൂ, ഇനി എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അവർ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ടല്ലേ, നിങ്ങൾ ആദ്യം നോ പറഞ്ഞതല്ലേ, കുഴപ്പമില്ല, എനിക്ക് സിമ്പിളായിട്ട് എന്തെങ്കിലും ഒരു ഡിസൈന് ചെയ്ത് തന്നേ, എന്നിട്ട് ഡെലിവറി ചെയ്തോന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ കുറച്ച് സമാധാനമായി. അതിനുശേഷം അവർക്ക് വേറൊരു ഡിസൈനിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ തന്നെ ചെയ്തു കൊടുത്തു. പിന്നെ ഈ ഒരു സെക്കൻഡായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള ഈ ഒറിഗാമി കേക്ക് മോൾഡൊക്കെ അവൈലബിൾ ആയതിന് ശേഷം ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ആദ്യത്തെ കേക്ക് ഇൻക്ലൂഡ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ഫോൾട്ട് ആർക്കും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫോൾട്ട് എന്താണെന്നുള്ളത് ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പറയാം കേട്ടോ. ഈ ഒരു കേക്ക് സ്പാനിഷ് ഡിലൈറ്റ് ഫ്ലേവറിലാണ് ചെയ്തിട്ടുണ്ടായത്. അതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം.
ഈ ഒരു കേക്ക് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റായതിന് ശേഷം നമ്മൾ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിലാണ് കേക്ക് ഫ്രോസ്റ്റ് ചെയ്തിട്ടുള്ളത്. കേക്ക് ഫ്രോസ്റ്റ് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 2 മണിക്കൂറെങ്കിലും നല്ലോണം തണുപ്പിച്ചിട്ടെടുക്കണം. ഈ ഒരു ഒറിഗാമി ചെയ്യുന്ന സമയത്ത് കേക്ക് നല്ല തണുപ്പുണ്ടായിരിക്കണം. അന്നത്തെ കേക്ക് എനിക്ക് നല്ലോണം തണുപ്പിക്കാൻ വേണ്ടി ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ഒറിഗാമി മോൾഡ്. ഇത് കുറേ ഡിസൈൻസിൽ അവൈലബിൾ ആണ്. ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു ഡയമണ്ട് ഷേപ്പുള്ള ഡിസൈനാണ്. അതിനുശേഷം നമ്മൾ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തിട്ടെടുക്കുക. ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ചൂട് പോയതിന് ശേഷം അതിലേക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഐസ് മാജിക്കിൻ്റെ നേവി ബ്ലൂ കളറാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമർക്ക് ലൈറ്റ് കളർ മതി എന്ന് പറഞ്ഞുകൊണ്ട് 1-2 ഡ്രോപ്സേ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ കൂടുതൽ ചേർത്ത് കൊടുത്താൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ കളറിൽ തന്നെ കിട്ടും. ഇതൊരു ആഷ് കളർ പോലത്തെ ഒരു ബ്ലൂ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഒറിഗാമി മോൾഡിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഭയങ്കര കട്ടിയാവാനും പറ്റില്ല, ഭയങ്കര ലൂസാവാനും പറ്റില്ല. ലൂസായാലെന്ന് വെച്ചാൽ ഇതൊക്കെ പുറത്തോട്ടേക്ക് ഒലിച്ച് ഇറങ്ങും. കുറച്ച് കട്ടിയായാലെന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തുകയും ചെയ്യില്ല. ഞാനിവിടെ 200 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് മെൽറ്റ് ചെയ്തിട്ടുണ്ടായത്. കുറച്ച് ചോക്ലേറ്റ് ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മോൾഡിൻ്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ ആക്കി കൊടുക്കാം. അതിനുശേഷം ടാപ്പ് ചെയ്തിട്ട് സൈഡ്സൊക്കെ നല്ലോണം ടിഷ്യൂ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടെടുക്കാം. എന്നിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഇത് സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മളിങ്ങനെ കൈയോട് തൊട്ട് നോക്കുമ്പോൾ അത് സ്റ്റിക്ക് ചെയ്യില്ലെങ്കിൽ, കയ്യിലേക്ക് ആവുന്നില്ലെങ്കിൽ അത് കേക്കിലോട്ടേക്ക് പതുക്കെ വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് ഭയങ്കര ഹാർഡാകാനും പറ്റില്ല. ഭയങ്കര ഹാർഡായി പോയാൽ നമ്മളിങ്ങനെ കേക്കിലോട്ടേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ചോക്ലേറ്റ് പൊട്ടിപ്പോകും. എന്നിട്ട് കേക്കിലേക്ക് വെച്ച് നല്ലോണം പ്രസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു റിബൺ ഉപയോഗിച്ചിട്ട് ടൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടിയിട്ട് വെക്കുക. ഞാനിവിടെ 7 ഇഞ്ചിൻ്റെ കേക്ക് എടുത്തതുകൊണ്ട് തന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തോട്ടേക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഡീമോൾഡ് ചെയ്ത് കൊടുക്കാം. വളരെ പതുക്കെ ചെയ്ത് കൊടുക്കണം. ഒരു കേക്ക് ഫ്ലോപ്പ് ആയതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, ഫസ്റ്റുള്ള ഒരു ബുദ്ധിമുട്ടേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എളുപ്പത്തിൽ ഡീമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. കേക്കിൻ്റെ ആ വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രീം ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടോ ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ കുറച്ചും കൂടി ചോക്ലേറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് ആ ഒരു ഏരിയ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് സൈഡ്സൊക്കെ നല്ലോണം നീറ്റാക്കി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത് ചോക്ലേറ്റ് ഒഴിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുന്നതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഞാൻ അതുപോലെ റിബൺ വെച്ചിട്ട് ടൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പെട്ടെന്ന് ഡിമോൾഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കേക്ക് ഇത്ര നീറ്റിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അടിപൊളിയിൽ തന്നെ ഈ ഒരു കേക്ക് ഡിസൈൻ കിട്ടിയിട്ടുണ്ട്. നല്ല ടെൻഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ഫ്ലോപ്പ് ആയതുകൊണ്ട്. അപ്പോൾ എനിക്ക് പറ്റിയ അമിളി എന്താണെന്ന് അറിയണ്ടേ. ഞാൻ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്നതിന് പകരം ചോക്ലേറ്റ് ഗനാഷായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായത്. ഫ്രഷ് ക്രീമും ചോക്ലേറ്റും കൂടി മെൽറ്റ് ചെയ്തിട്ടുള്ള ഗനാഷാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായത്. കുറച്ചൊരു കോമൺ സെൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ഒരു അബദ്ധം പറ്റൂലേനു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിനാട്ടോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്യുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റായിട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്കൊരിക്കലും ഗനാഷ് സെറ്റായിട്ട് കിട്ടൂല. അതുകൊണ്ട് എല്ലാവരും ഈ ഒരു ഒറിഗാമി കേക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഈ ഒരു കേക്ക് ഞാൻ കുറച്ച് റോസസും ജിപ്സം ഫ്ലവേഴ്സും ഒക്കെ വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു, ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.
ഒരു കാര്യം ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ഒറിഗാമി ചെയ്യുന്ന സമയത്ത് മെൽറ്റഡ് ചോക്ലേറ്റ് ആണ് യൂസ് ചെയ്യേണ്ടത്, ചോക്ലേറ്റ് ഗനാഷ് അല്ല കേട്ടോ. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.